അതായത് ലോകത്തിന് ബുർജ് ഖലീഫ ഇഷ്ടമല്ലാത്ത ഒരു മനുഷ്യനാണ് കിട്ടത്. ഒരു ഹലോ, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 9-ാം തീയതിയാണ്. ഇന്ന് നമ്മള് അബുദാബി ടു ദുബായ് കുറച്ച് പരിപാടികളുണ്ട്. അപ്പൊ രാവിലെ ഇപ്പൊ ഏകദേശം ഒരു 6:30 ഇപ്പൊ നമ്മളിവിടുന്ന് തുടങ്ങിയിട്ട് ദുബായ് പോയിട്ട് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കംപ്ലീറ്റ് ആക്കിയിട്ട് എന്തെല്ലാം പണി എന്നൊക്കെ അവിടെ നമ്മൾ കാണിച്ചു തരുന്നുണ്ടാവും. 2 ബോക്കട്ടില് 2 വേറെ മെഷീനുണ്ട്. അപ്പൊ അതിന്റെ പണിയാണെന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. നമ്മൾ ഒരു പണി മാത്രമല്ല, ഒരുപാട് 10-15 ഡിഫറെന്റ് മെഷീനുകൾ ഉണ്ട് ഇവിടെ. അതെല്ലാം ചെയ്യുന്നത് 2-3 മെക്കാനിക്കുകളാണ്. കാരണം എല്ലാ പണിയും അറിയുന്ന ആൾക്കാരാണ്. അപ്പൊ ഇന്ന് അതിന്റെ പരിപാടികളാണ്. അപ്പൊ അവിടുത്തെ കാര്യങ്ങളും കാഴ്ചകളൊക്കെ നമ്മൾ കാണിച്ചു തരുന്നുണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞില്ല, നമ്മളെ ബാക്കിൽ ഒരാളുണ്ട്, നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ടാവും. അതായത് ഓന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം എന്താ വെച്ചാല് ഓൻ പരിചയപ്പെടുത്താൻ കാരണം എന്ന് വെച്ചാല് നമ്മുടെ ഇവിടെ വരുന്ന ആൾക്കാർക്ക്, എനിക്ക് പരിചയമുള്ള ആൾക്കാരനെ കുറെ ആൾക്കാർ ഇവിടെ വന്നിട്ട് തിരിച്ചു പോയി. അപ്പൊ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ചിലപ്പോ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ടാണ് ഞാൻ മൂപ്പരെ പരിചയപ്പെടുത്തുന്നത്. എന്തായാലും അപ്പൊ വീഡിയോന്റെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ബാക്കി കാഴ്ചകൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ടാവും. അങ്ങനെ 1.5 മണിക്കൂറത്തെ യാത്രക്ക് ശേഷം നമ്മൾ ദുബായ് ബിസിനസ് ബേയിൽ എത്താൻ പോവാണ്. കാണിച്ചു കൊടുത്താൽ നമ്മള് അതാ പോണ് മെട്രോ. ഈ പാലം കാണിച്ചെടുത്ത പാലത്തിന്റെ പ്രത്യേക കളർ പാലാണ് അല്ലേ? ദുബായ് മാളിന്റെ അവിടെയാണ് ഈ പാലം കേട്ടത്. അടിയിൽ കാണാൻ ഭയങ്കര രസമാണ്. അതിന്റെ ഫില്ലറ് കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് പാലത്തിന്. ദുബായ് ബുർജ് ഖലീഫന്റെയും നമ്മുടെ വേൾഡ് ട്രേഡ് സെന്ററിന്റെ ഇടയിലുള്ള ഒരു റോഡാണ് കേട്ടത്. 2 സൈഡിലും 2 വലിയ നല്ല ലോങ് നീളം 2 പാലുണ്ട്. റോഡ് ഇങ്ങനെ പോയി നേരെ അൽക്കിൽ റോഡിലേക്കാണ് ചെയ്തിട്ടോ. ഓപ്പണായില്ലേ? ഓപ്പൺ. നമ്മളെ ഗ്രൗണ്ടിലെത്താനായി. നമ്മള് കളി തുടങ്ങാനാണ് കേട്ടോ. നമ്മള് ഷൂസും കാര്യങ്ങളൊക്കെ അല്ല ബൂട്ടൊക്കെ റെഡി ആക്കി കഴിഞ്ഞപ്പോ നമ്മള് കളിക്കാർക്ക് ഇറങ്ങാൻ പോവാണ്. ഇതാണ് നമ്മളെ കളിക്കളം. അങ്ങനെ നമ്മളെ ദുബായിലെത്തിട്ടോ. നമ്മളെ ബിൽഡിങ്ങിന്റെ താഴത്തെത്തി. നമ്മളെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കണം. നമ്മള് സെൽഫ് മോട്ടർ അയച്ചുകൊണ്ടിരുന്നു അല്ലേ? സെൽഫ് മോട്ടർ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഒന്ന് നമ്മളെ രണ്ടാൾക്കാര് ഇവിടെ എന്താ പരിപാടി നടക്കുന്നുണ്ടോ കൂടി നോക്കാം. ബോക്കട്ടിന്റെ ഓയിൽ സർവീസ് ആണ്. ബോക്കട്ടിന്റെ എയർ ഫിൽറ്റർ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ആദ്യം ചോട്ട, ഒരു ബെഡ. അതായത് ലോകത്തിന് ബുർജ് ഖലീഫ ഇഷ്ടമല്ലാത്ത ഒരു മനുഷ്യനാണ് കിട്ടത്. ഒരു സാധനം ഇഷ്ടമല്ല. കാരണം എന്താ വെച്ചാല് പല ആൾക്കാർക്കും ഇവിടെ വന്നിട്ട് ഗൾഫിൽ വന്നിട്ട് കാരണം റൂം അതുപോലെ തന്നെ പണിസ്ഥലം റൂം അങ്ങനെ മാത്രമേ കാരണം. പക്ഷെ നമ്മളെ ചെറുക്കെന്ന് പറഞ്ഞാല് ഓന് യാത്ര ചെയ്ത് കണ്ടൊരു ജോലി കേട്ടോ. അതിപ്പോ സെയിൽസ്മാൻമാർക്കും അങ്ങനെ തന്നെ. കാരണം യാത്ര ചെയ്താണെങ്കിൽ ജോലി. അപ്പൊ അവർക്ക് എന്താ വെച്ചാൽ സ്ഥലങ്ങൾ കാണുമ്പോൾ അങ്ങനെ വലിയ ഇതൊന്നല്ല. പക്ഷെ ഇത് കാണാത്ത ആൾക്കാരുണ്ടല്ലോ, എന്നും ഈ റൂമും ജോലി സ്ഥലവും മാത്രമുള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഭയങ്കരമായിട്ട് ഒരു എക്സൈറ്റ്മെന്റ്. കാരണം എന്താ വെച്ചാല് ചിലപ്പോ കൊല്ലത്തിലൊക്കെ കമ്പനികളൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും ഓരോ സ്ഥലങ്ങളും, മാർക്കറ്റ് ഇതേപോലെയുള്ള വലിയ വലിയ സ്ഥലങ്ങളൊക്കെ. ഞാൻ മുമ്പ് പഴയ കമ്പനിയിൽ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. കാരണം അവരിങ്ങനെ കൊല്ലത്തിലെ ആൾക്കാരെ അവിടെ ഇവിടെ കൊണ്ടുപോയി ചില സിറ്റികളിൽ കൊണ്ടുപോയി
പാർട്ടി കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പൊ സ്ഥിരമായിട്ട് ഇങ്ങനെ പോകുന്ന ആൾക്കാർക്ക് അപ്പൊ ഞാൻ അവരോട് ചോദിക്കാൻ ഓൻ വന്നിട്ട് ഇപ്പൊ 4 മാസമായി. അപ്പൊ എങ്ങനെയുണ്ട്? കാരണം ഈ ദുബായിലെ സിറ്റിയും കാര്യങ്ങളും ബുർജ് ഖലീഫ ഓൻ വന്നതിനോട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ താല്പര്യമില്ല, ഇഷ്ടമില്ലാത്ത ആളാണ്. ഒന്നാമത് എന്താ പറയാ, ഒരു ഇന്റർവ്യൂട്ട് ആയിട്ടുള്ള കാരണം ഇനി അതിങ്ങനെ ലെവലായി വരണം. അപ്പൊ ഞാൻ പറഞ്ഞ ബുർജ് ഖലീഫ വലിയ സ്വപ്നം, മറ്റത് മറിച്ചത് ഇവിടെ ആ കാണാണ് ബുർജ് ഖലീഫ. ഇതിന്റെ ബാക്കിൽ ആ കാണാണ് ബുർജ് ഖലീഫ. ഏകദേശം ഒരു 100 മീറ്റർ ദൂരത്താണ് ഉള്ളത്. അത് കാണാത്തവർക്ക് വലിയ സ്വപ്നമായിരിക്കും, നമുക്ക് തന്നെ തോന്നുന്നില്ല. നാട്ടില് എന്താ വെച്ചാല് നല്ല ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്ത് നടന്ന ഒരാളാണ്. പക്ഷെ നമ്മളെ കൊറോണ സമയത്താണ് മൂപ്പര് കുറച്ച് അല്ലേ, കൊറോണ സമയത്ത് പറ്റ ഡള്ളായില്ലേ, നല്ല ബിസിനസ് എന്ന് പറഞ്ഞാല് 2-3-4 പണിക്കാരും 2-3 വണ്ടിയൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. പെട്ടെന്ന് കാരണം എന്താ വെച്ചാൽ വലിയ ഭീമമായ റെന്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കൊറോണ വന്നുകൊണ്ട് കച്ചവടം തുമ്പല്ലാതായപ്പോ വെക്കാനും അപ്പൊ റെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കാനും പ്രശ്നങ്ങളും പണിക്കാർക്കൊക്കെ ഇതായപ്പോ അങ്ങനെ ചെറുതായിട്ടൊരു വീണ് അവിടുന്ന് എന്താ പറയാ എണീറ്റിങ്ങാണ്ട് അവിടുന്ന് പൊന്തിയ ആളാണ്. അല്ല അവിടുന്ന് പോയപ്പോ എന്തൊരു പ്രതീക്ഷ ശരിക്കും പറഞ്ഞത്? പ്രതീക്ഷ പണിയെടുത്ത കാശ് ഉണ്ടാക്കാൻ തിരിച്ചു പോവുക, അതാണ് അതാണ്. അപ്പൊ അവിടുന്ന് വന്ന സമയത്ത് കാരണം ഇനിയിപ്പോ ഉള്ളത് അടുത്തൊരു വഴി എന്ന് പറഞ്ഞത് ദുബായ് ഒന്ന് പരീക്ഷിക്കാൻ വിചാരിച്ചില്ല. അതെ, എന്തായാലും ദുബായിൽ വന്നു. ശരിക്കും പറഞ്ഞാല് നമ്മുടെ ആഗ്രഹം ഉണ്ടല്ലോ, നമുക്ക് ഇന്നത് കിട്ടുക അല്ലെങ്കിൽ നമ്മളെ ആവശ്യത്തിനനുസരിച്ചാണ് നമ്മുടെ കാര്യങ്ങൾ നടക്കുക. കാരണം പല ആൾക്കാരും ഇവിടെ വന്നുകാണ്ട് വിസിറ്റിൽ വന്നുകാണ്ട് ചിലപ്പോ തിരിച്ചു പോകുന്നുണ്ട്. അപ്പൊ പക്ഷെ മൂപ്പര് വന്നുകാണ്ട് കാരണം മൂപ്പർക്ക് ജോലി അത്രയും അത്യാവശ്യമായിരുന്നു. അതുകൊണ്ടാണ് വന്നത്. 4ാമത്തെ ദിവസം തന്നെ പണിക്കിറങ്ങില്ലേ. 5 ദിവസം വീട്ടിൽ ആകെ 5 ദിവസമായിട്ട് റൂമിൽ ഇന്റർവ്യൂവും കാര്യങ്ങളും ചെയ്ത് കൊടുക്കലൊക്കെ 5 ദിവസം മാത്രമേ റൂമിൽ ഇരുന്നുള്ളൂ, ബാക്കി എല്ലാ ദിവസം പണിക്ക് പോയി. ബാക്കി എല്ലാ ദിവസവും പണി. അപ്പൊ നമുക്ക് എത്രത്തോളം നമ്മൾ ആഗ്രഹം ഉണ്ടോ, പണി മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമുക്ക് എത്രത്തോളം ആഗ്രഹം ഉണ്ടോ അതിനനുസരിച്ചാണ് നമുക്ക് അത് സ്വന്തമാക്കാൻ കഴിയും അല്ലെ. ആൾക്കാരോട് എന്താ പറയുന്നത്? നമുക്ക് വരുന്ന ആൾക്കാര് പണിയെടുക്കാൻ തയ്യാറാണെങ്കിൽ വന്നാൽ മതി. പണിയെടുക്കാൻ തയ്യാറ് വേണം. നമുക്ക് എന്ത് പണിയെടുക്കാം. പിന്നെ നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിൽ എത്താൻ വേണ്ടി നമ്മൾ ആദ്യം എന്ത് പണിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് പതുക്കെ നമ്മളൊന്ന് നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് നമുക്ക് എത്തിക്കണം അല്ല. തീർച്ചയായിട്ടും. അപ്പൊ ഇത് വേണ്ടി പറയാം. കാരണം മൂപ്പർക്ക് എന്താ പറയാ ബുർജ് ഖലീഫ ഇഷ്ടമല്ലാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ മൂപ്പരായി ബുർജ് ഖലീഫിന്റെ ഫ്രണ്ടിലെത്തിക്കാണ്ട് വീഡിയോ എടുക്കാനുള്ള കാരണം ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പൊ എന്താ പറയാ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം എന്താ? അപ്പൊ ഒന്നുമില്ല, പണിയെടുക്കുക, അതാണ് ഇഷ്ടം. ഒന്നും ഇഷ്ടമില്ലാത്ത ഒരാള് പൈസയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അത് എന്തായാലും ഉണ്ടാട്ടെ എത്രയും പെട്ടെന്ന്. അപ്പൊ വീഡിയോ നമ്മളെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് വന്ന് 2-3-4 പണി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മള് പരിപാടി ഇപ്പൊ വീഡിയോ എടുക്കുന്നത്. അപ്പൊ എന്തായാലും ഒപ്പം തന്നെ വേണം നമ്മളെ. ഇതുപോലെ തന്നെ ഓരോ നല്ല വീഡിയോസുമായി നമ്മൾ വീണ്ടും വരുന്നുണ്ടാവും അല്ലേ. ഓക്കെ, കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയും. ബൈ ബൈ.